ഈ കോട്ടയത്തേക്ക് പോവുകയാണ്. അവിടെ ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, 9:30 മണിയാകുന്നു. ഈ 2.5 മണിക്കൂറിൽ എങ്ങനെയാണ് കോട്ടയത്തെ വോട്ടിംഗ് കണക്കുകളൊക്കെ? അമൃത, കോട്ടയത്തും വളരെ ശക്തമായ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ജില്ലയിലെ അവസാന കണക്കുകൾ പ്രകാരം 14.88% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20% പോളിംഗ് ഈരാറ്റുപേട്ട നഗരസഭയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും യന്ത്രത്തകരാറ് മൂലം വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. മുണ്ടക്കയത്ത്, അതോടൊപ്പം അയ്മനം, വെള്ളൂർ അടക്കമുള്ള പല ബൂത്തുകളിലും ഇത്തരത്തിൽ പോളിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നാം നിൽക്കുന്ന ചങ്ങനാശ്ശേരി നഗരസഭയിലെ 2ാം വാർഡ്, 5ാം വാർഡുകളുടെ പോളിംഗ് സ്റ്റേഷനിലാണ്. ഇപ്പോൾ തന്നെ ഇവിടെ വലിയ ക്യൂ നമുക്ക് കാണാൻ സാധിക്കും. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനുള്ള ലക്ഷ്യത്തിലാണ് വോട്ടർമാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ ഈ ബൂത്തുകളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു അരമണിക്കൂർ അല്പം തിരക്ക് കുറഞ്ഞതൊഴിവായാൽ ബാക്കി സമയങ്ങളിലെല്ലാം രാവിലെ മുതൽ നല്ല ശക്തമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെയും വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിക്കഴിഞ്ഞു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തെറയിൽ റിസപ്ഷൻ കോളേജിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ജോസ് കെ മാണി MP പാലാ നഗരസഭ പരിധിയിലുള്ള അൽഫോൻസ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മാണി സി കാപ്പൻ MLA വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന CPM നേതാവും LDF കൺവീനറുമായിരുന്ന വൈക്കം വിശ്വൻ കുടയമ്പടി SNDP ശാഖ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മന്ത്രി VN വാസവൻ പാമ്പാടി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനെത്തും. ചാണ്ടി ഉമ്മൻ MLA 10:00 പുതുപ്പള്ളി മാർ ഗ്രിഗോറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തും. എന്തായാലും വലിയ രീതിയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തുണ്ടാകുന്ന പൊതു ട്രെൻഡ് പോലെ തന്നെ ശക്തമായ രീതിയിലുള്ള പോളിംഗ് ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കോട്ടയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 14.88% ആയിട്ടുണ്ട് പോളിംഗ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ തവണ 73% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും അല്പസമയത്തിനകം നാം നിൽക്കുന്ന ഈ ബൂത്തിലേക്ക് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വോട്ട് ചെയ്യാനെത്തും. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എല്ലാ പ്രാവശ്യവും വോട്ടിന് ശേഷം ഒരു പ്രതികരണം നടത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. അല്പസമയത്തിനകം അദ്ദേഹം ഈ നമുക്ക് പിന്നിൽ കാണുന്ന ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തും. ചങ്ങനാശ്ശേരി നഗരസഭാ പരിധിയിലുള്ള മോർക്കുളങ്ങര വാർഡിലെ വോട്ടറാണ് G സുകുമാരൻ നായർ. അദ്ദേഹവും അല്പസമയത്തിനകം വോട്ട് ചെയ്യും. എന്തായാലും ജില്ലയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയും വോട്ട് ചെയ്തിട്ടുണ്ട്. പരമാവധി ആളുകളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി പ്രവർത്തകരും ശ്രദ്ധ വെച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ പരമാവധി ആളുകളെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് പാർട്ടി പ്രവർത്തകർ നടത്തുന്നത്. ജില്ലയിലാകെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കണ്ട കാഴ്ചയായിരുന്നു. പ്രധാനമായും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ഒട്ടേറെ വാർഡുകളും ബൂത്തുകളും ഉണ്ട്. പ്രധാനമായും ജില്ലാ പഞ്ചായത്തിലെ 6 ഡിവിഷനുകളിൽ നേരിട്ട് കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരമുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസുകളുടെ ഭാവി കൂടി നിർണ്ണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം. ആ നിലയ്ക്കുള്ള വലിയ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് എത്തിയതോടുകൂടി LDFന് വലിയ സ്വാധീനമുണ്ടാക്കാൻ പല മേഖലകളിൽ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിലടക്കം സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇത്തവണ അത് തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് BJPയും പ്രതീക്ഷ പങ്കുവെക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ഇവിടേക്കെത്തി വോട്ട് രേഖപ്പെടുത്തും. നിലവിൽ 14.88% കോട്ടയത്തെ പോളിംഗ് ശതമാനം. ഈരാറ്റുപേട്ട നഗരസഭയിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20% പോളിംഗ് ആണ് ഈരാറ്റുപേട്ട നഗരസഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമൃത. ശരി, കോട്ടയത്തെ വിവരങ്ങളാണ് ജോസി ബാബു പങ്കുവച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്താനെത്തിയിരുന്നു. പ്രതികരണത്തിലേക്ക്.